നാദാപുരം പഞ്ചായത്തിലെയും നാദാപുരം ഏരിയയിലെയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിൽ ഈ ജില്ലയിലെയും തൊഴിലാളി കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അമരത്തെത്തിയ ഒരു ധീര കമ്മ്യൂണിസ്റ്റായിരുന്നു, ഉശരനായ ഒരു കമ്മ്യൂണിസ്റ്റ് പോരാളിയായിരുന്നു സഖാവ് പി കെ കൃഷ്ണൻ. പി കെ കൃഷ്ണൻ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഒരു പാഠപുസ്തകമാണ്. അവർക്ക് പഠിക്കാനും അവർക്ക് വളരാനും പൊതുപ്രവർത്തനത്തിൻ്റെ ശരിയായ റൂട്ട് വഴി എങ്ങോട്ടാണ് എന്ന് തിരിച്ചറിയാനും കഴിയുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് സഖാവ് പി കെയുടെ ജീവിതം. ചെറുപ്പകാലത്ത് ആരംഭിച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യം വരെ വിവിധ മേഖലകളിൽ ഈ നാടിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. അത് രാഷ്ട്രീയത്തിനും അപ്പുറത്താണ്. കമ്മ്യൂണിസ്റ്റുകാരനാണോ കോൺഗ്രസ്സുകാരനാണോ എന്ന് നോക്കാതെ, ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് നോക്കാതെ, മനുഷ്യരുടെ വിഷയങ്ങളിലെല്ലാം ഇടപെട്ട് പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ, സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെട്ട് അവക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോയ ഒരു പാർട്ടി പ്രവർത്തകനാണ്, ഒരു പൊതുപ്രവർത്തകനാണ് സഖാവ് പി കെ കൃഷ്ണൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾക്കും ഇന്നത്തേതുപോലെ നല്ല ശക്തിയും സ്വാധീനവും ഉള്ള കാലത്തായിരുന്നില്ല സഖാവ് പി കെയുടെ രാഷ്ട്രീയ പ്രവേശനം. തനിക്ക് ചുറ്റുപാടും കാണുന്ന നെറികേടുകൾക്കെതിരായി, അനീതികൾക്കെതിരായി തൊഴിലാളികളെയും കൃഷിക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് അതിനെ ചെറുത്തു പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള പോരാട്ട ഭൂമിയിലേക്ക് സ്വയം എടുത്തു ചാടുകയായിരുന്നു സഖാവ് പി കെ. എണ്ണിയാ തീരാത്ത സമരങ്ങളിൽ, പറഞ്ഞാ തീരാത്ത പ്രക്ഷോഭങ്ങളിൽ, പോരാട്ടങ്ങളിൽ എല്ലാം അദ്ദേഹത്തിന്റെ നിറ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ കാലത്തെ പോരാട്ടങ്ങൾ, പ്രക്ഷോഭങ്ങൾ, അതിന്റെ ആവശ്യങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കാലത്തിന്റെ ഏതാണ്ട് അവസ്ഥ നമുക്ക് മനസ്സിലാകും. നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ, പാവപ്പെട്ട മനുഷ്യരെ മനുഷ്യരായി പോലും കാണാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല, ഇന്നും ജീവിച്ചിരിക്കുന്ന തലമുറ ഉള്ള സമയത്ത് തന്നെ നാട്ടിലെമ്പാടുമുണ്ടായത്. തൊഴിലാളികൾ അസംഘടിതരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തേതുപോലെ ശക്തിപ്പെട്ട് വന്നിട്ടില്ല. പാവപ്പെട്ട ജനങ്ങളാകെ തന്നെ അസംഘടിതരായി അടിമകളെ പോലെ കഴിഞ്ഞിരുന്ന ഒരു കാലം. ആ കാലത്താണ്
ഈ കാട്ടുനീതിക്കെതിരെ സാധാരണ ജനങ്ങളും മനുഷ്യരാണ് എന്ന് അംഗീകരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലേക്ക് നാം എടുത്തു ചാടിയത് 1968 കോഴിക്കോട്ട് വെച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ KSKTU എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. 1968 കോഴിക്കോട്ട് വെച്ച് രൂപീകരിച്ച കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അത് ജില്ലാ തലത്തിലേക്കും ഏരിയ തലത്തിലേക്കും പഞ്ചായത്ത് തലത്തിലേക്കും വളരെ വേഗത്തിൽ വ്യാപിക്കുകയായിരുന്നു. 1970 ഈ മേഖലയിലെല്ലാം കർഷക തൊഴിലാളി യൂണിയൻ ശക്തിപ്പെട്ടു വരികയായിരുന്നു. ഈ പ്രസ്ഥാനം ശക്തിപ്പെട്ടു വരുന്ന ആ സന്ദർഭത്തിലാണ് 1973 ഒക്ടോബർ മാസം 30 വാണിമേൽ വെച്ച് KP കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൽ, അതുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ അഭിമന്യരായ സഖാവ് കടാരട്ടന്റെ കൂടെ, സഖാവ് TCയുടെ കൂടെ, മറ്റു നേതാക്കന്മാരുടെ കൂടെ സജീവ സാന്നിധ്യമായി, ഒരു പോരാളിയായി, ഒരു പ്രക്ഷോഭകാരിയായി സഖാവ് PK ഉണ്ടായിരുന്നു. 1973 KP കുഞ്ഞിരാമനെ വാണിമേൽ വെച്ച് കൊലപ്പെടുത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു കുഞ്ഞിരാമൻ ബാധിച്ചത്? എന്തായിരുന്നു കുഞ്ഞിരാമന്റെ ആവശ്യം? എന്തായിരുന്നു കർഷക തൊഴിലാളി യൂണിയന്റെ ആവശ്യം? എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യം?